ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. ഇതാണ് പറയൂ നക്ഷത്ര, എന്റെ ചേട്ടന്റെ കുട്ടി. ഇത് എന്റെ മറ്റൊരു ചേട്ടൻ. പേരെന്താ? വിഷ്ണു. ഇനി എനിക്കൊരു മറ്റു സീരിയലൊക്കെ പറയുന്ന എനിക്ക് ഏട്ടത്തിയമ്മയുണ്ട് ഗായ്സ്. ഇതാണ് എന്റെ ഏട്ടത്തിയമ്മ. പേര് ഹലോ രമ്യ, നച്ചു, ഉണ്ണി, ഒരാളും കൂടെ ഉണ്ട്. ഞാനാണ് ഇപ്പൊ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത്. പക്ഷെ ഞാനല്ല ഡ്രൈവർ, സോറി. എന്റെ ചേട്ടന്റെ ഡ്രൈവറാന്നല്ലേ പറഞ്ഞത്. ചേട്ടനുണ്ട്. ചേട്ടൻ ജസ്റ്റ് താടി ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പോയിക്കാണ് ഗൈസ്. ഞങ്ങളിപ്പോ ശരവണ ഭവനിൽ കയറി ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചു, ദോശയൊക്കെ കഴിച്ചു. വണ്ടിയിൽ കയറിയിരിക്കണു. ചേട്ടൻ വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ. ചേച്ചി റഷ്യയിലായിരുന്നു. ചേച്ചി റഷ്യയിലെ ടീച്ചറാണ്. ചേട്ടനുണ്ട്. ചേട്ടൻ മാൾട്ടയിലാണ്. ചേട്ടൻ മാൾട്ടയിലെ ഡ്രൈവറാണ്. സോ രണ്ടുപേരും ഇപ്പൊ വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചാണ് ഗൈസ്. ഞാനിപ്പോ സബ്വേ സർഫസ് കളിക്കാൻ പോവാണ്. നന്നായി. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഗൈസ്. അതാ കളിക്കാൻ പോകണം, നച്ചു കളിക്കാൻ പോകണം. അപ്പൊ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ ഗൈസ്. എന്തോ കടിച്ചത് ഉണ്ടോ? മുഖമൊക്കെ എന്തോ പോലെ ചുമന്നിരിക്കണം. എന്താ വെച്ചു? അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഗൈസ് മൂന്നാറിലേക്കുള്ള ഒരു ട്രിപ്പ്. ഞങ്ങളിപ്പോ കൊച്ചിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഞങ്ങളിപ്പോ വടക്കേക്കോട്ടയിലാണുള്ളത്. ഇവിടുന്ന് ഞങ്ങള് നേരെ മൂന്നാർ വഴിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഇതൊക്കെ കാണാം. ഹലോ ഗായ്സ്. അങ്ങനെ എന്റെ മൂത്ത ചേട്ടൻ വന്നിരിക്കുകയാണ്. മൂക്കി കൈയിടാതെ താടി നോക്കുമ്പോൾ താടിയൊക്കെ ഷേപ്പ് ചെയ്ത് സുന്ദരനായിട്ട് വന്നു. ഞാനങ്ങനെ ഡ്രൈവിംഗ് സ്ഥാനത്ത് നിന്ന് മാറി എന്നെന്താ ഗായ്സ് എന്നെ ബാക്കിലേക്ക് മാറ്റി. പക്ഷെ എന്നെ ചേട്ടനെ കാണാൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. പോയ ലുക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. കണ്ടോ താടി. ഓ മോനെ. ചോദിക്കാൻ മറന്നു. നച്ചു എന്തിനാണ് മൂന്നാറ് വരുന്നത്? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എനിക്ക് കാട്ടിൽ പോയി പുലിനെ കാണണം, ആനെ കാണണം. കാട്ടില് പോയിട്ട് ആദ്യം വേറൊരു കാര്യം, ഉപ്പിലിട്ട മാങ്ങ തിന്നെ. അതിനാണോ മൂന്നാർ വന്നേ? യെസ്. ഇവിടെ പിന്നെ വാട്ടർ ഫോള് കാണാൻ, പിന്നെ നീന്താൻ. ഇവിടെ പുലി ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇവിടെ പുലി ഉണ്ടാവണല്ലോ, കാടല്ലേ. കാടിന്റെ ഉള്ളിലേ പുലി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവിടെ പോവും. ഞാനും ചിറ്റയും പോവും. ഫ്രണ്ട്സിനെ കൊണ്ടുപോവാം. ഉണ്ണിമാമൻ വരും. ഉണ്ണിമാമനെ കൂട്ടി നമുക്ക് മൂന്നേരം, ഞങ്ങള് മൂന്നേരും പോകും. അപ്പൊ അച്ഛനും അമ്മയും സേഫ് സോണിലിരിക്കട്ടെ. എന്താല്ലേ ഞാൻ മുടി വെട്ടിട്ടോ. അതെ ഇത് പറഞ്ഞല്ലോ. ആണോ? ഓ അത് വീഡിയോ എടുത്തില്ല. സോറി ഗൈസ്. നമ്മള് മൂന്നാറില് ആ മലകളൊക്കെ കേറിക്കൊണ്ടിരിക്കാണ്. അടുത്ത ഉണ്ണി എവിടെ ഇപ്പൊ എത്താൻ പോണേ? അപ്പൊ അപ്പത്തെ വീഡിയോ എടുക്കാം. നെല്ലിക്കല്ല, സോറി ഗൈസ്, മാങ്ങ കാണിച്ചു തരാം. മാങ്ങ ഒറ്റ കിട്ടത് കഴിക്കാനാണ് നച്ചു മൂന്നാറ് വരെ വന്നത്. നല്ല ഈറ്റുമ്പോ ഉപ്പൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നത് പെട്ടെന്ന് എടുത്ത് കഴിയും. അങ്ങനെ ഞങ്ങളിപ്പോ എവിടെയോ എത്തി. ചീയപ്പാറ വാട്ടർഫാൾസിലെത്തി. നച്ചും ഉണ്ണിമാമനും ഫോട്ടോ എടുക്കാം. മൻസാട്ടിൽ ഒരു ഐഫോൺ ഉണ്ട്. പക്ഷെ അത് ലോക്ക് തുറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മള് വെള്ളം ഏട്ടത്തിയമ്മ. ഹലോ. വലിയടത്തി, കൊച്ചടത്തി, ചെറിയടത്തി. അങ്ങനെ നച്ചുവിന്റെ മാങ്ങകളൊക്കെ കാര്യങ്ങളൊക്കെ എത്തി ഗൈസ്. അടുത്ത ചേച്ചിമാര് വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നച്ചു ഉപ്പിലിട്ട മാങ്ങ തിന്നാണ് ഗൈസ്. എങ്ങനെയുണ്ട് നച്ചു? കൊള്ളാവോ? ബടി. ഇതാണ് ഗൈസ് ആ വാട്ടർഫോൾ. ചേച്ചിതാ ഭംഗി പാവം ഒരു കുരങ്ങൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പേപ്പർ തിന്നുന്ന കണ്ടിട്ട് ചേച്ചിക്ക് വിഷമം തോന്നിട്ട് ഇതാ ചേച്ചി പൈനാപ്പിൾ മേടിച്ചു കൊടുത്തു.
അതാരാ താഴിട്ടെ? ഞാൻ പറഞ്ഞല്ലേ കൊടുത്തോളെ. അത് അവർന്ന് സാധനം വെച്ചു അവിടെ അങ്ങനത്തെ തുറന്നുണ്ട്. അങ്ങ് അറ്റ തുറന്നിരിപ്പുണ്ട്. അതിന് കൊടുക്കാൻ പോയപ്പോ അത് മേടിച്ചിട്ടുണ്ടേ. അതിനൊന്നും കൊടുക്കും. അവിടെ താഴെ ഓർമ്മ അത് പേപ്പർ നക്കി പിടിച്ചിരിക്കും. പോയി എവിടെ പോയി? പേടിച്ചോയി. എന്തോ ഇവിടെ വന്നപ്പോ ഒരു ചേച്ചി മനുഷ്യന്റെ ഫാൻസാ. ഫോട്ടോ എടുക്കണോ? അടിപൊളി കാണിക്ക്. ആ കൊള്ളാം. ടാറ്റാ. എന്റെ വീട് ഇവിടെ എക്സ്പ്രഷൻ കണ്ടില്ലേ? കൈ വെച്ചുള്ള ആക്ഷൻ. ബാക്കി ഐഫോൺ എവിടെ? എന്റെ പോക്കറ്റില്. നോക്ക് മുഖം നോക്ക്. കണ്ടോ കണ്ടോ? ബ്ലോഗ് ഗൈസ് നിങ്ങളോടാണ് ചോദിക്കുന്നത്. എന്താ അച്ഛന് ദേഷ്യം കണ്ടോ? നോക്ക് ദേഷ്യം വന്ന് നിക്കിലാക്കോളൂ ഞങ്ങള്. ഹലോ ഗായ്സ്, സോറി കുറച്ചൊരു ഇതായിപ്പോയി. കാരണം ഞങ്ങൾ റൂമിൽ ഇവിടെ എത്തിപ്പില്ല. ഞങ്ങൾ നൈറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം ഞങ്ങൾ അപ്പോൾ രാത്രി വന്നിട്ട് ഞങ്ങൾ പൂളിലിറങ്ങി. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടാവും അല്ലേ? തിരിച്ച് കയറി 7:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് കയറി റൂമിൽ വന്നു, ഫ്രഷായി. അപ്പം അതാ ഞാനും നച്ചു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അവർ ചേട്ടനാൻ്റെ ചേച്ചി ഒക്കെ പുറത്തിരുന്ന് വർത്താനം പറയണു. നച്ചു ചപ്പാത്തിയും എന്താ കഴിച്ചേ? ഗോബി മഞ്ചൂരിയൻ കഴിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ചേട്ടനും ചേച്ചിയും ഞാനും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിക്കാൻ പോകണം ഗൈസ്. നച്ചു ഇങ്ങനെ ഫുള്ള് ഗെയിമൊക്കെ കഴിച്ച് നല്ല തണുപ്പ്. ഈ റിസോർട്ടിൻ്റെ പേര് ഏതൻസ് എന്നാണ് എൻ്റെ പേര്. പക്ഷെ സംഭവം കൊള്ളാം. അല്ല എന്താ പറയുക, നല്ല നാച്ചുറലായിട്ട് എന്താ മണ്ണിൻ്റെ ഒക്കെ വീടില്ലേ ആ സെറ്റപ്പും. ഇതിപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നതല്ല, കാരണം അവിടെ എടുക്കാൻ വിചാരിച്ചത്. പക്ഷെ മണം നമുക്ക് സ്മെല്ലൊന്നും തീരെ പറ്റാനില്ല. പിന്നെ അതല്ല അതിൽ ഒന്നേ ഉള്ളൂ, നമുക്ക് 2 റൂം വേണം, ഇവിടെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല ഗൈസ്. താഴത്തെ റൂമിലും ഞാനും ഉണ്ണിച്ചാട്ടും നച്ചും ഈ റൂമിലും. നടുക്ക് ഉണ്ണിമാമൻ അവിടെ. അങ്ങനെയാണ് ഗൈസ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം.